തെളിവ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം, ഇത് മറ്റാർക്കുമെതിരെയല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊട്ടും എളുപ്പമാകില്ല, ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്തിട്ടില്ല. നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും. തീർച്ചയായിട്ടും ഞാനിത് വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടി ആലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും. തീർച്ചയായിട്ടും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ കഴിയുന്നത് പോലുള്ള പോരാട്ടം അത് ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ്. ആ വാക്ക് ഞാൻ പാലിക്കും. പോരാട്ടം തുടരും. ഇല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം ഇതിനകത്ത് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഉന്നയിച്ച കാര്യങ്ങളുടെ വസ്തുതകളെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞതോ ഉന്നയിച്ചതോ ആയ കാര്യങ്ങൾ തെറ്റോ കളവോ ഇല്ലാത്തതുമാണ് എന്ന് നിഷേധിക്കാൻ രാഷ്ട്രീയപരമായി LDF-നോ CPM-നോ അതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ കോടതിയിൽ കേസ് പ്രൂവ് ചെയ്യുന്നതും സ്ഥിരീകരിക്കുന്നതും ഒക്കെ ലീഗൽ ആംഗിളാണ്. ഈ രാജ്യത്ത് ഒരുപാട് അഴിമതിക്കാരും ഒരുപാട് അക്രമികളും ഒരുപാട് കൊലപാതകികളും ഒരുപാട് ബലാത്സംഗം നടത്തിയവരുമൊക്കെ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്നും കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദ ക്രൈം ഹാസ് നോട്ട് ഹാപ്പൻ എന്നതുകൊണ്ട് കോടതിയുടെ സാങ്കേതികത്വം പരിമിതിയൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ഈ നിയമ പോരാട്ടത്തിൽ നിരാശനല്ല. ഐ വിൽ മൂവ് ഫോർവേഡ്. അതെ, അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേസ് ഇൻഡെപ്ത് നോക്കിയതനുസരിച്ച് എനിക്ക് 100% ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കോടതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ പച്ചയായ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതിന് ഉപോത്ബലകമായ ഫാക്ട്സും ഉപോത്ബലകമായ ഡോക്യുമെന്റ്സും എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ കോടതി മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ കണ്ടതുപോലെ ആ നിലയിൽ കാണാൻ, പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ആർക്കെതിരെയാണോ പരാതി അയാളെ കോടതിയിൽ വിളിപ്പിക്കുന്നത് പോലും അയാളുടെ റെപ്യൂട്ടേഷനെ ഭയങ്കരമായി ബാധിക്കും എന്നതും കോടതി പരിഗണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉന്നത സ്ഥാനീയരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കോടതികളും ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിനൊരു മോർ വെയിറ്റേജ് കോടതി കൊടുത്തിട്ടുണ്ടാവും. ബാക്കി ഞാൻ വിശദമായി പഠിച്ചതിന് ശേഷം പറയും. എങ്ങനെ അല്ല, അത് എൻ്റെ മെറിറ്റിലേക്ക് നോക്കാം. വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്. താങ്ക് യു. നിയമ പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ MLA, ഈ കേസിലെ ഹർജിക്കാരനായിട്ടുള്ള മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ, അതായത് ഈ കേസിൽ, മാസപ്പടി കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് തന്റെ ബോധ്യമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ CMRL കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ, മാസപ്പടി കേസിൽ അന്വേഷണം നടത്തിയതാണ്. 185 കോടിയുടെ അഴിമതി ഈ CMRL മാസപ്പടി കേസിൽ നടന്നതായിട്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ അന്ന് റിപ്പോർട്ടും സമർപ്പിച്ചതാണ്. പക്ഷെ ഇവിടെ മാത്യു കുഴൽനാടൻ ഈ വിജിലൻസ് അന്വേഷണം ആവശ്യം, അതായത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇവിടെ ഹർജിയുമായി മുന്നോട്ട് നീങ്ങിയത്? അവിടെ പ്രത്യേകിച്ചും ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസകരമായിട്ടുള്ളൊരു വിധി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമ്പോഴും മറുവശത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പൂർണ്ണമായും ആശ്വസിക്കാവുന്നതാണോ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് ഈ വിധി? കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ CPM നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഈ അന്വേഷണം വന്നപ്പോൾ നമുക്ക്
സാധാരണഗതിയിൽ CPM-ന്റെ നേതാക്കളുടെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി പ്രതിരോധിക്കാൻ രംഗത്ത് വരാറില്ല. പക്ഷേ ഇത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി വീണ വിജയനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അവരെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്ന വിമർശനവുമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അന്ന് അതിന് അവർ പറഞ്ഞ ന്യായം ഇത് ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയുള്ള വീണ വിജയനെ അത്തരത്തിൽ ആർക്കും ലക്ഷ്യമിടേണ്ട കാര്യമില്ല. അവിടെ ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലെ മുഖ്യമന്ത്രിയെ BJP-യുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായ അന്വേഷണ ഏജൻസികളെ കൊണ്ട് വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് ഓരോ കേസും എടുത്തു പറഞ്ഞാണ് CPM അന്നതിനെ പ്രതിരോധിച്ചത്. അവരുടെ നിലപാട് അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ആ രീതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്ന് CPM നേരത്തെ വ്യക്തമാക്കിയതാണ്. വിജിലൻസ് അന്വേഷണം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അത് കോടതി വഴി അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ നടത്തിയത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയ ഹർജിയുമായാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെയും മാത്യു കുഴൽനാടന് അനുകൂലമായ വിധിയല്ല, അല്ലെങ്കിൽ മറിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും ആശ്വസിക്കാവുന്ന അവർക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് CPM-ന് സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്ന വിധി തന്നെയാണ്. അതിൻ്റെ തുടർ പോരാട്ടം തുടരുമെന്ന് മാത്യു വ്യക്തമാക്കി കഴിഞ്ഞു. മാത്യു പറയുന്നത് ആ വിധിയുടെ പകർപ്പ് ലഭിക്കണം, അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കണം. അതിനുശേഷം ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം, വീണ്ടും വേണ്ടി വന്നാൽ അവിടെയും തിരിച്ചടി ഉണ്ടായാൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. പക്ഷേ സർക്കാരിന് CPM-ന് ഇത് വലിയ ആശ്വാസമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടകര കേസുമായി ബന്ധപ്പെട്ട കൊടകര കേസിൽ സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ച കുറ്റപത്രം പൂർണ്ണമായും തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് BJP-യുടെ നേതാക്കൾക്ക് അനുകൂലമായ ഒരു നിലപാടുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ CPM അവർക്കെതിരെ വലിയ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ സംസ്ഥാന വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകളിലേക്ക് CPM മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതും ഇതുമായി സ്വാഭാവികമായും CPM കൂട്ടിച്ചേർക്കുമെന്നും ഉറപ്പാണ്. കേന്ദ്ര ഏജൻസികൾ BJP-യുടെ രാഷ്ട്രീയ ഉപകരണമാണ്. അത് BJP നേതാക്കൾക്ക് BJP-ക്ക് സംരക്ഷണം നൽകാനുള്ള ഉപകരണമാണ്. മറുഭാഗത്ത് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കാനും അവരെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാനുമാണ് കേന്ദ്ര ഏജൻസി ശ്രമിക്കുന്നത്. അതാണ് ഈ മാസപ്പടി കേസിൽ സംഭവിച്ചതെന്ന് CPM നേരത്തെ പറഞ്ഞതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളും ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാൻ CPM ഒരു ആയുധമായി കൂടി ഈ ഹൈക്കോടതി വിധി മാറുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കും വ്യക്തിപരമായും വലിയ ആശ്വാസം നൽകുന്നതാണ്. തീർച്ചയായും CPM ഇത് ആയുധമാക്കും. മാത്രമല്ല CPM-നെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, നിയമപോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്.